നമസ്കാരം. PSC എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻസ് പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് നോക്കുന്ന സ്പെഷ്യൽ ടോപ്പിക്കിലെ NEP 2020 എന്നതാണ്. NEP 2020 സ്പെഷ്യൽ ടോപ്പിക്കിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്. നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ സിലബസിലെ ഓരോ ടോപ്പിക്കും ഇവിടെ ക്ലാസ് ആയിട്ട് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സും എല്ലാ ടോപ്പിക്കും ഞാൻ ക്ലാസ് ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് PDF തരുമെന്നൊക്കെ ചോദിച്ചു, ഇതിന് ക്രാഷ് കോഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടിയിട്ട്. എനിക്കറിയാം നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്കിനെ പറ്റിയിട്ട് എത്രത്തോളം ബോധേഡാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഒരു എക്സാമിനേഷന് ഇതിന് എത്ര മാർക്ക് ഉണ്ടെന്നും അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടാകും എന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള PDFs ഒക്കെ നിങ്ങൾക്ക് തരാൻ തുടങ്ങിയാൽ ആ PDF ഒന്നും അത് ആർക്കും മുഴുവനും വായിച്ച് നമുക്ക് അങ്ങനെ പഠിക്കാൻ പറ്റുന്ന ഈസി PDFs അല്ല എൻ്റെ കയ്യിലുള്ളത്. അപ്പം ഞാൻ നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് തന്നിട്ടില്ല. ഞാൻ മൾട്ടിപ്പിൾ സോഴ്സ് റെഫർ ചെയ്തിട്ട് അത്യാവശ്യം കണ്ടന്റ് ഉണ്ടെന്ന് തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നി ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എടുത്ത് ഞാൻ എൻ്റെതായ രീതിയിലാണ് നിങ്ങൾക്ക് ഈ ഒരു നോട്ട് ഇവിടെ തന്നിട്ടുള്ളത്. ഞാൻ പല സോഴ്സ് റെഫർ ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ക്ലാസ് ഞാൻ പറയുന്ന പോയിന്റ്സ് കേട്ടിട്ട് നിങ്ങളത് മനസ്സിലാക്കിയിട്ട് അത് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ബുക്കിലോട്ട് എഴുതിയെടുത്താൽ മതി. എന്താ പറയുക, ഹെഡിങ്സ് ഒക്കെ ആ ഒരു ടൈറ്റിലൊക്കെ അങ്ങനെ തന്നെ പോയിന്റ്സ് കൊടുക്കുക. ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷ നോട്ട് ചെയ്താൽ മതി. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം ഉത്തരവൊക്കെ ഉണ്ട്. നമുക്കിതാണോ, ഇത് ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ ഈ ഒരു പോളിസിയിൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ, ഇത്രയും നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ ഇപ്പം ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഈ കുറച്ച് സമയം കൊണ്ട് ഇത് കോഴ്സായിട്ട് നമ്മൾ ക്ലാസ് എടുത്ത് പോകുമ്പോൾ ഒത്തിരി ലെങ്തി ആകും. ഓൾറെഡി നമ്മൾ PSC എക്സാം ഗൈഡിൻ്റെ ലോങ് ടേം കോഴ്സ് റണ്ണിങ് ആണ്. അപ്പോൾ അതിന് സമയക്കുറവ് കൊണ്ടിട്ടാണ് ഇതിന് ക്രാഷ് കോഴ്സ് ചെയ്യാത്തത്. ഒരുപാട് പോളിസീസ് ഉള്ളത് കൊണ്ട് ഇപ്പോൾ NEP 1968, 1986, 1992, 2000 ഇങ്ങനെ പല പോളിസീസ് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കൺഫ്യൂഷൻസ് ഉണ്ടാകും. ഒന്ന് റിവിഷൻ ചെയ്താൽ കൊള്ളാമെന്ന് നിങ്ങൾക്കുണ്ടാവും. എനിക്കുണ്ട്. ഞാനിത് കഴിഞ്ഞിട്ട് പാരലി നമുക്ക് ഇതിൻ്റെ മറ്റു ടോപ്പിക്സിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ റിവിഷനും കൂടെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ ഇനിയും MCQs ആയിട്ടോ റിവിഷനായിട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റി ഞാൻ തീർച്ചയായിട്ടും ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഇനി ഈ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് അപ്ഗ്രേഡ് PSC എന്ന് പറഞ്ഞിട്ടൊരു ടീം അവർ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അവർ ഷോർട്ട് നോട്ട്സോടൊപ്പം തന്നെ ഓരോ നോട്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് സീരീസും കൊടുക്കുന്നുണ്ട്. അതായത് ഈ സ്പെഷ്യൽ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഇതിലെ ഓരോ ടോപ്പിക്കും വെച്ചിട്ടുള്ള ഷോർട്ട് നോട്ട്സ്, ഒറിജിനൽ നോട്ട്സ് വെച്ച് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഷോർട്ട് നോട്ട്സ് ആണ്. അപ്പോൾ അതിൽ ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ്സ് എല്ലാം ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഷോർട്ട് നോട്ട്സും ഓരോ ഷോർട്ട് നോട്ട്സിനെയും ബേസ് ചെയ്തിട്ട് 25 ടെസ്റ്റ് സീരീസും സ്പെഷ്യൽ ടോപ്പിക്കിൽ 25 ടെസ്റ്റ് സീരീസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് റെഡിയാണ്. അപ്പോൾ അപ്ഡേറ്റ് PSC എന്ന് പറഞ്ഞിട്ട് അവരുടെ ഈ ഷോർട്ട് നോട്ട്സും ഈ ഒരു ടെസ്റ്റ് സീരീസും തീർച്ചയായിട്ടും ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ നമ്മൾക്കുള്ള അത്യാവശ്യം വിഷമങ്ങളൊക്കെ മറികടക്കാനൊരു സൊല്യൂഷനാണെന്ന് എനിക്ക് തോന്നിയത്. കാരണം ഓരോ ടോപ്പിക് എടുത്തു അതൊരു ഷെഡ്യൂളായിട്ട് അവർ തരുന്നത്. ഇപ്പം ഒരു ടോപ്പിക്ക് നമുക്ക് തന്നു, നമ്മളത് പഠിച്ചു, അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ബേസിൽ ഒരു ടെസ്റ്റ് സീരീസ് തരുന്നു, നമ്മൾ ടെസ്റ്റ് സീരീസ് ചെയ്യുന്നു, നമുക്ക് അതിൻ്റെ കീ കിട്ടുന്നു, നമ്മൾ ആൻസർ നോക്കി അനലൈസ് ചെയ്തു, ശരിയും തെറ്റും മനസ്സിലാക്കി നമ്മളത് പഠിച്ചു, അടുത്ത ടോപ്പിക്ക് കിട്ടുന്നു, അത് നമ്മൾ പഠിക്കുന്നു, അതിൻ്റെ ടെസ്റ്റ് സീരീസ് എഴുതുന്നു. അങ്ങനെ ഒരു മെത്തേഡ് ആകുമ്പോഴേക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ കുറേ ടെൻഷൻസ് മാറി കിട്ടും. അതോടൊപ്പം തന്നെ 5 ഫുൾ ടെസ്റ്റ് സീരീസും അവർ തരുന്നുണ്ട്. ഫുൾ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു കമ്പനി ബോർഡ് എക്സാമിനേഷനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ അതേ പാറ്റേണിൽ ആ ഒരു ഡിഫിക്കൽട്ടി ലെവൽ അനുസരിച്ച് അവർ പ്രിപ്പയർ ചെയ്തിട്ടുള്ള 5 ഫുൾ ടെസ്റ്റ് സീരീസും 25 ടെസ്റ്റ് സീരീസ് ബേസ്ഡ് ഓൺ സ്പെഷ്യൽ ടോപ്പിക്കും സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഷോർട്ട് നോട്ട്സും കൂടെ നിങ്ങൾക്ക് 499 രൂപയ്ക്ക് അവർ പ്രൊവൈഡ് ചെയ്യാൻ റെഡിയാണ്. ഓക്കെ, അപ്പോൾ PSC എക്സാം ഗൈഡിൽ നമ്മുടെ ചാനൽ ത്രൂ നിങ്ങളത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, അതായത് എൻ്റെ ഒരു കൂപ്പൺ കോഡ് ഉണ്ട് Anila10 എന്ന് പറഞ്ഞിട്ട്, ആ ഒരു കൂപ്പൺ കോഡ് ഉപയോഗിച്ച് നിങ്ങളത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 450 രൂപയ്ക്ക് ഈ പറഞ്ഞ ഷോർട്ട് നോട്ട്സും ഈ പറഞ്ഞ 25 ടെസ്റ്റ് സീരീസ് ഓൺ സ്പെഷ്യൽ ടോപ്പിക്കും 5 ഫുൾ ടെസ്റ്റ് സീരീസും അവൈലബിൾ ആണ്. ഓക്കെ, അത് എക്സാമിനേഷന് മുൻപായിട്ട് ഓരോ ഡേയ്സിൽ ഒരു ഷെഡ്യൂൾ ബേസ്ഡ് ആയിരിക്കും നിങ്ങൾക്കത് പ്രൊവൈഡ് ചെയ്യുന്നത് PDFs കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ, അവർക്ക് ഇത് വാങ്ങാനുള്ള GPay നമ്പർ, അവരുടെ ടെലിഗ്രാം, അവരുടെ വാട്സപ്പ് ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇത് വേണമെന്ന് ആഗ്രഹമുള്ളവർ GPay ചെയ്യുക. അവർക്ക് 450 റുപ്പീസ് GPay ചെയ്യുക, നമ്മുടെ കൂപ്പൺ കോഡ് മെൻഷൻ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അവരൊരു മോട്ടീവായിട്ട് പറഞ്ഞിട്ട് ഒരു ടെലിഗ്രാം തന്നിട്ടുണ്ട്, ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുകയോ അല്ലെങ്കിൽ അതിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് അയക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഒരു ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ ടെസ്റ്റ് സീരീസും ഷോർട്ട് നോട്ട്സും എല്ലാം ഷെയർ ചെയ്യുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ബിക്കോസ് നമ്മൾ ഇത്രയും ഇതിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനും ഇതിൽ കണ്ടന്റ് തപ്പി നടക്കണ ഒരുപാട് സമയം നമുക്ക് സേവ് ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്നുള്ളതെടുത്ത് സ്പെഷ്യൽ ടോപ്പിക്ക് പഠിച്ചെടുക്കാനായിട്ട് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും.
അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഓക്കെ, NEP 2020 ദേശീയ വിദ്യാഭ്യാസ നയം 2020. ഈ ഒരു NEP 2020യോട് ബന്ധപ്പെട്ടിട്ട് ആദ്യമേ അറിയേണ്ട ഒരു കാര്യം ഞാൻ പറയാം. ഒരു മിനിസ്റ്ററുടെ പേര് മാറ്റിയിട്ടുണ്ട്. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് MHRD എന്നുള്ള മിനിസ്റ്ററുടെ പേര് മാറ്റി മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ആക്കി. ഓക്കെ, അപ്പോൾ അത് ഏത് പോളിസിയുടെ ഭാഗമായിട്ടാണ്? NEP 2020യുടെ ഭാഗമായിട്ടാണ് മാനവ വിഭവശേഷി മന്ത്രാലയം എന്നുള്ള പേര് മാറ്റിയിട്ട് വിദ്യാഭ്യാസ മന്ത്രാലയം ആക്കിയിട്ടുണ്ട്. 2020 ഈ പോളിസി വരുന്നത്. ഈ പോളിസിയുടെ ഒരു എയിം എന്ന് പറഞ്ഞാൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ സെവറൽ ചേഞ്ചസ് കൊണ്ടുവരിക. അത് സ്കൂൾ ലെവൽ തൊട്ട് കോളേജ് ലെവൽ വരെ, സ്കൂൾ ലെവൽ തൊട്ട് കോളേജ് ലെവൽ വരെ മൊത്തത്തിൽ ഇപ്പോൾ നമ്മൾ പല കമ്മീഷൻ കണ്ട്, ഇപ്പോൾ സെക്കൻഡറി എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഓരോ ലെവലായിട്ടായിരുന്നു. ഇപ്പോൾ NEP 2020 ഇവർ എയിം ചെയ്യുന്നത് സ്കൂൾ ലെവൽ തൊട്ട് യൂണിവേഴ്സിറ്റി ലെവൽ വരെ മൊത്തത്തിൽ സെവറൽ ചേഞ്ചസ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ NEP ലക്ഷ്യമിട്ടത്. ഓക്കെ, അതായത് ഇന്ത്യനെ ഗ്ലോബൽ നോളജ് സൂപ്പർ പവർ ആക്കുക, ഇന്ത്യ ഗ്ലോബൽ നോളജ് സൂപ്പർ പവർ ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം 1968 പോളിസി നമ്മൾ കണ്ടു, 86 പോളിസി നമ്മൾ കണ്ടു, അതിനൊക്കെ ശേഷമാണ് ഇത് വരുന്നത്. മുൻ പോളിസി എന്നൊക്കെ പറഞ്ഞാൽ അതത് കാലഘട്ടത്തിൽ വന്നു, കുറച്ചൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തു, അങ്ങനെയൊക്കെ കഴിഞ്ഞാണ്. പക്ഷേ ഈ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ ഇപ്പം കറൻ്റ്ലി നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ്. കാരണം നമ്മളുടെ ജനറേഷൻ, നമ്മളുടെ കസിൻസ്, നമ്മുടെ കുട്ടികൾ, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, ഇവരൊക്കെ എന്താണ് ഇത് വെച്ചിട്ട് ഇനി പഠിക്കാൻ പോവുകയാണ്. അപ്പം കറൻ്റ്ലി നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു വിദ്യാഭ്യാസ നയത്തെ പറ്റിയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക എന്നുള്ളത്. MHRD ഒരു കമ്മിറ്റി ഫോം ചെയ്യുന്നു 2017 ജൂണിൽ. അപ്പം ഈ ഒരു പോളിസിയുടെ ഒരു പ്ലാൻ എവിടെ നിന്ന് തുടങ്ങുന്നത്? 2017 ജൂണിലാണ് MHRD ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നത്. ആ കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ K. കസ്തൂരിരംഗനാണ്. കസ്തൂരിരംഗനാണ്, നമ്മൾ മുന്നേ കസ്തൂരിരംഗൻ്റെ പേര് കേട്ടിട്ടുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കസ്തൂരിരംഗനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. കസ്തൂരിരംഗൻ 2017 അദ്ദേഹത്തിനെ ചെയർമാൻ ആക്കിക്കൊണ്ട് MHRD ഒരു കമ്മിറ്റി ഫോം ചെയ്യുന്നു. ഈ കമ്മിറ്റി ഒരു വിദ്യാഭ്യാസ നയത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം സ്റ്റഡി ചെയ്ത് 2019 മെയ് മാസം 31 അവർ റിപ്പോർട്ട് കൊടുക്കുന്നു. 2019 മെയ് 31 റിപ്പോർട്ട് കൊടുത്തു. 2020 ഇത് നിലവിൽ വരികയാണ് ഈ ഒരു പോളിസി. ഓക്കെ, അപ്പോൾ ഈ റിപ്പോർട്ടിൽ ഇത് കവർ ചെയ്യുന്നത് എലമെന്ററി ആൻഡ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഇൻ അർബൻ ആസ് വെൽ ആസ് റൂറൽ ഇന്ത്യ ആണ്. അർബൻ ഇന്ത്യയിലും റൂറൽ ഇന്ത്യയിലും എലമെന്ററി ആൻഡ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ എല്ലാ തരത്തിലുള്ള വിദ്യാഭ്യാസത്തിന് ഇവർ ലക്ഷ്യം വെക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കവർ ചെയ്യുന്നത് എലമെന്ററിയും യൂണിവേഴ്സിറ്റിയും എഡ്യൂക്കേഷൻ അർബൻ ഏരിയയിലും റൂറൽ ഇന്ത്യയിലും ഒരുപോലെ കവർ ചെയ്യുന്നുണ്ട്. NEP 2020 അതിനെ അറിയപ്പെടുന്നത് 21ാം നൂറ്റാണ്ടിലെ ആദ്യത്തെ വിദ്യാഭ്യാസ പോളിസി എന്നുള്ളതാണ്. 21ാം നൂറ്റാണ്ടിലെ ദ ഫസ്റ്റ് എഡ്യൂക്കേഷൻ പോളിസി. ബാക്കിയെല്ലാം നമ്മൾ കണ്ടു 1968, 1986 അല്ലെ, 1900 കാലഘട്ടങ്ങളിലാണെങ്കിൽ 21ാം നൂറ്റാണ്ടിലെ ആദ്യത്തെ പോളിസിയാണ്. 2000 തൊട്ട് ഇങ്ങോട്ട് വന്നിട്ട് ആദ്യത്തെ പോളിസിയാണ് NEP 2020. ഡെവലപ്മെന്റ് ഓഫ് ദ ക്രിയേറ്റീവ് പൊട്ടൻഷ്യൽ ഓഫ് ഈച്ച് സ്റ്റുഡൻറ് ഇസ് എംഫസൈസ്ഡ് ഇൻ ഇറ്റ്. ഓരോ കുട്ടികളുടെയും ക്രിയേറ്റീവ് പൊട്ടൻഷ്യലിന്റെ, ഓരോ കുട്ടികളുടെയും ക്രിയാത്മകമായ ഒരു പൊട്ടൻഷ്യലിന്റെ ഒരു ഡെവലപ്മെന്റ് ഇതിൽ എംഫസൈസ് ചെയ്യുന്നുണ്ട്. It mentioned the ancient scholars Sharaka, Susruta, Aryabhatta, Bhaskaraacharya, ചാണക്യ, മാധവ, പതഞ്ജലി, പാണിനി ആൻഡ് തിരുവള്ളുവർ. ഈ ഏൻഷ്യൻ സ്കോളേഴ്സിനെ പറ്റിയിട്ടൊക്കെ ഈ പോളിസിയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ചരകൻ, സുശ്രുതൻ, ചാണക്യൻ, ആര്യഭട്ട, ഭാസ്കരാചാര്യ, മാധവ, പതഞ്ജലി, പാണിനി, തിരുവള്ളുവരൊക്കെ ഈ പോളിസിയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. NEP 2020യുടെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഫ്ലെക്സിബിലിറ്റി. ഇതാണ് ഫ്ലെക്സിബിലിറ്റി. 2, no hard separation between subjects, curriculum and extra curricular activities. സബ്ജക്റ്റും കരിക്കുലവും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും തമ്മിൽ സെപ്പറേഷൻ, ഒരു ഹാർഡ് സെപ്പറേഷൻ ഇല്ല. ഇപ്പം നമ്മൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വേറെ എന്തോ, സബ്ജക്റ്റ് വേറെ എന്തോ, സബ്ജക്റ്റും കരിക്കുലം വേറെ, അങ്ങനെയൊക്കെ ഒരു സെപ്പറേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇനി NEP 2020 പറയുന്നത് നോ ഹാർഡ് സെപ്പറേഷൻ ബിറ്റ്വീൻ സബ്ജക്ട്സ്, കരിക്കുലം ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്നാണ് പറയുന്നത്. മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ. ഓക്കെ, ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി ആണ്, വൈവിധ്യമാർന്ന അല്ലെ, ഒരു മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ. ദെൻ കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്, കോൺസെപ്റ്റ്സ് മനസ്സിലാക്കിയുള്ള ഒരു പഠനം. ക്രിട്ടിക്കൽ തിങ്കിങ്, എന്താ പറയുക, ഒരു വിമർശനാത്മകമായ തിങ്കിങ് കൊണ്ടുവരിക. എത്തിക്കൽ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ടീച്ചേഴ്സ് ആസ് ദ ഹാർട്ട് ഓഫ് ദ ലേണിംഗ് പ്രോസസ്, ഈ ലേണിംഗ് പ്രോസസ്സിൻ്റെ ഒരു ഹൃദയമാണ് ടീച്ചേഴ്സ്. ദ സ്ട്രോങ് പബ്ലിക് എഡ്യൂക്കേഷൻ സിസ്റ്റം, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പബ്ലിക് എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇതൊക്കെയാണ് ഇവരുടെ തത്വങ്ങൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞത്. എന്താണ്? ഫ്ലെക്സിബിലിറ്റി, പിന്നെ എന്താണ് നിങ്ങളുടെ ഓർമ്മയെന്ന് പറയും. ഇപ്പം ഞാൻ ഒത്തവണ പറഞ്ഞില്ല, ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കൂ. എന്താ നമ്മൾ പറഞ്ഞത്? ടീച്ചേഴ്സ് ആസ് ദ ഹാർട്ട് ഓഫ് ദ സിസ്റ്റം. ടീച്ചേഴ്സിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറഞ്ഞു. മൾട്ടി ഡിസിപ്ലിനറി ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ, പല കാര്യങ്ങൾ ഒരുപാട് തലത്തിലോട്ട് ഇറങ്ങിച്ചെല്ലാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും. മൾട്ടി ഡിസിപ്ലിനറി ആണെന്ന് പറഞ്ഞു. പിന്നെ നോ ഹാർഡ് സെപ്പറേഷൻ ബിറ്റ്വീൻ
സിലബസ് കരിക്കുലം ആൻഡ് എക്സ്ട്രാ സബ്ജക്ട്സ് കരിക്കുലം ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. പിന്നെ ക്രിയേറ്റീവ് തിങ്കിങ്, കോൺസെപ്ച്വൽ ലേണിംഗ്, കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്, എത്തിക്കൽ വാല്യൂസ്. ഓക്കെ, ദെൻ ദ സ്ട്രോങ് പബ്ലിക് എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇതൊക്കെയാണ് പ്രിൻസിപ്പൽസ്. ഒന്നുകൂടെ പറയാം. ഫ്ലെക്സിബിലിറ്റി, no hard separation between subjects, curriculum and extracurricular activities, then multidisciplinary education, conceptual understanding, critical thinking, ethical values, teaches us the heart of this learning process, the strong public education system. Okay, let's see the features. NEP 2020 features എന്ന് പറഞ്ഞാൽ it address the following challenges in the existing education system. നിലവിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ആ സിസ്റ്റം നേരിടുന്ന വെല്ലുവിളികളെ ഇവർ സ്റ്റഡി ചെയ്യുകയാണ്, അതിനെല്ലാം ഇവർ അഡ്രസ്സ് ചെയ്യുകയാണ്. ആ വെല്ലുവിളികളെയൊക്കെ നേരിട്ട് അതിനെയൊക്കെ സോർട്ട് ചെയ്തിട്ടാണ് ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഈ ഒരു പോളിസി വരുന്നത്. ഇറ്റ് അഡ്രസ് ദ ഫോളോവിങ് ചലഞ്ചസ് ഇൻ ദ എക്സിസ്റ്റിംഗ് എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇപ്പം നിലവിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ ഈ പറഞ്ഞ ചേഞ്ചസ് ഞാൻ അഡ്രസ്സ് ചെയ്യാൻ പോണേ, ഈ പറഞ്ഞ ചലഞ്ചസ് ഞാൻ അഡ്രസ്സ് ചെയ്യാൻ പോണേ. എന്തൊക്കെയാണ്? 5 കാര്യങ്ങളാണ്. ക്വാളിറ്റി, അഫോർഡബിലിറ്റി, ഇക്വിറ്റി, ആക്സസ്, അക്കൗണ്ടബിലിറ്റി. TT എന്ന് എന്ത് ചെയ്യുന്നല്ലേ? ഏതൊക്കെയാണ്? ക്വാളിറ്റി, ഇക്വിറ്റി, അക്കൗണ്ടബിലിറ്റി. ക്വാളിറ്റി, ഇക്വിറ്റി, അക്കൗണ്ടബിലിറ്റി, ദെൻ ആക്സസ്, അഫോർഡബിലിറ്റി. ക്വാളിറ്റി, അഫോർഡബിലിറ്റി, അക്കൗണ്ടബിലിറ്റി, ഇക്വിറ്റി ആൻഡ് ആക്സസ്. ഇത്രയും കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യുകയാണ് ഇതിലുള്ള വെല്ലുവിളികൾ. റീഫോംസ് അറ്റ് ഓൾ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ഫ്രം സ്കൂൾ ടു കോളേജ് ലെവൽ. നമ്മൾ ആദ്യമേ പറഞ്ഞു, സ്കൂൾ തലം തൊട്ട് കോളേജ് തലം വരെയുള്ള എല്ലാ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ഇത് റിഫോം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. NEP എയിംസ് ടു ഇൻക്രീസ് ദ ഫോക്കസ് ഓൺ സ്ട്രെങ്തനിങ് ടീച്ചർ ട്രെയിനിങ്. NEP എയിം ചെയ്യുന്നത് ടീച്ചർ ട്രെയിനിങ്ങിന്റെ ആ ഒരു അതിനൊന്ന് സ്ട്രെങ്തൻ ചെയ്യിക്കുക. ഓക്കെ, അതിനൊന്ന് കുറച്ചും കൂടെ ഫോക്കസ് ഓൺ സ്ട്രെങ്തനിങ് ദ ടീച്ചർ ട്രെയിനിങ്. റീഫോമിങ് എക്സിസ്റ്റിംഗ് എക്സാം സിസ്റ്റം. ഇപ്പോഴത്തെ എക്സാം സിസ്റ്റത്തിനൊന്ന് റീഫ്രെയിം ചെയ്യുക. ഏർലി ചൈൽഡ്ഹുഡ് കെയർ, നമ്മൾ പലയിടത്തും കണ്ടു ഏർലി ചൈൽഡ്ഹുഡ് കെയർ, നമ്മുടെ അംഗൻവാടി കുട്ടികളെയൊക്കെ ശ്രദ്ധിക്കുക. ദെൻ റീസ്ട്രക്ചറിങ് ദ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ്റെ ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്കിനൊന്ന് റീസ്ട്രക്ചർ ചെയ്യുക. ഇതൊക്കെയാണ് ഇവർ മെയിൻലി നോക്കുന്നത്. എന്തൊക്കെയാണ്? അപ്പം സ്കൂൾ തലം തൊട്ട് കോളേജ് തലം വരെയുള്ള ഒരു അഴിച്ചുപണിയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൽ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എക്സാം പാറ്റേണിനെ ഇവർ നോക്കുന്നുണ്ട്. ഇപ്പം നിലവിലുള്ള അതിനൊന്ന് റീഫോം ചെയ്യുക. എക്സിസ്റ്റിംഗ് എക്സാം സിസ്റ്റത്തിനെ ഒന്ന് റീഫ്രെയിം ചെയ്യണം. പിന്നെ ഇവർ നോക്കുന്നത് ഏർലി ചൈൽഡ്ഹുഡ് കെയർ, ദെൻ മൊത്തത്തിലുള്ള ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഓഫ് എഡ്യൂക്കേഷനെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്യുക. ഇതൊക്കെയാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഇവരുടെ അതർ ഇന്റൻഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻക്രീസിങ് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഇൻ എഡ്യൂക്കേഷന് സ്പെൻഡ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് കുറച്ചും കൂടെ കൂട്ടുക. ഇൻക്രീസിങ് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ. ദെൻ സെറ്റിംഗ് അപ്പ് NEC, ഒരു നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷനെ സെറ്റപ്പ് ചെയ്യണം. ഇൻക്രീസിങ് ഫോക്കസ് ഓൺ വൊക്കേഷൻ ആൻഡ് അഡൾട്ട് എഡ്യൂക്കേഷൻ. വൊക്കേഷണൽ എഡ്യൂക്കേഷനും അഡൾട്ട് എഡ്യൂക്കേഷൻ്റെയും അതിന് ഫോക്കസ് കൂട്ടുക. സ്ട്രെങ്തനിങ് ദ യൂസ് ഓഫ് ടെക്നോളജിയുടെ യൂസ് കുറച്ചും കൂടെ സ്ട്രെങ്തൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു ഔട്ട്ലൈൻ കിട്ടിയോ NEP 2020 പറ്റി? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക. NEP 2020 എന്ന് പറയുന്നത് 2017 കസ്തൂരിരംഗൻ ചെയർമാൻ ആക്കിക്കൊണ്ട് മിനിസ്ട്രി ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഒരു കമ്മിറ്റി ഉണ്ടാക്കി. അവർ 2019 മെയ് 31 അവരുടെ റിപ്പോർട്ട് കൊടുത്തു. അപ്പം ഇവർ എന്താണ് മെയിൻലി ഇവർ ഫോക്കസ് ചെയ്ത് വെച്ചാൽ ഇന്ത്യനെ എന്താക്കുക, ഇന്ത്യ ഒരു ഗ്ലോബൽ നോളജ് സൂപ്പർ പവർ ആക്കുക. സ്കൂൾ തലം തൊട്ട് കോളേജ് തലം വരെയുള്ള ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരിക. ഇതൊക്കെയാണ് ഇവർ ലക്ഷ്യം വെച്ചത്. മെയിൻലി ഇവരൊരു പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലെക്സിബിലിറ്റി, മൾട്ടി ഡിസിപ്ലിനറി കോഴ്സസ്, ഒരു ദർ ഇസ് നോ ഹാർഡ് സെപ്പറേഷൻ ബിറ്റ്വീൻ സബ്ജക്ട്സ്, കരിക്കുലം ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ethical values, critical thinking, conceptual understanding, teaches us the heart of this learning process, the strong public education system. ഈ ഒരു പ്രിൻസിപ്പൾസിനെയൊക്കെ മുൻനിർത്തിയിട്ടാണ് ഇവർ ഈ പോളിസി വെക്കുന്നത്. ഈ പോളിസി 2020 അതായത് 21ാം നൂറ്റാണ്ടിലെ ആദ്യത്തെ വിദ്യാഭ്യാസ പോളിസിയാണ്. ഇതിനകത്ത് ഒരുപാട് സ്കോളേഴ്സിന്റെ പേര് മെൻഷൻ ചെയ്യുന്നുണ്ട്. ചരക, സുശ്രുത, ചാണക്യ, ആര്യഭട്ട, ഭാസ്കരാചാര്യ, മാധവ, പതഞ്ജലി, പാണിനി, തിരുവള്ളൂരൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇനി ഇവർ നിലവിൽ എക്സിസ്റ്റിംഗ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ള ചലഞ്ചസിനെ എല്ലാം അഡ്രസ്സ് ചെയ്യാനായിട്ട് ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. എന്തൊക്കെ ചലഞ്ചസ് ആണെന്ന് ചോദിച്ചാൽ മെയിൻലി ക്വാളിറ്റി, ഇക്വിറ്റി, അക്കൗണ്ടബിലിറ്റി, അഫോർഡബിലിറ്റി, ആക്സസിനെയൊക്കെ ഇവർ ഇതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ ഇവർ മൊത്തത്തിൽ ഒരു എല്ലാ തലത്തിലും സ്കൂൾ തലം തൊട്ട് കോളേജ് തലം വരെയുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരു റീഫോം ചെയ്യാന്നുള്ളതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ NEP മെയിൻലി കുറച്ചും കൂടി ആ ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ്ങിനെ സ്ട്രെങ്തൻ ചെയ്യണം. നിലവിലുള്ള എക്സാം സിസ്റ്റത്തിനെ ഒന്ന് റീഫോം ചെയ്യണം. അതുപോലെ ഏർലി ചൈൽഡ്ഹുഡ് കെയറിനെ ശ്രദ്ധിക്കണം. റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഓഫ് എഡ്യൂക്കേഷനെ റീസ്ട്രക്ചർ ചെയ്യുക. പിന്നെ അതിൽ കൂടുതൽ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷനെ സെറ്റ് ചെയ്യുക. പിന്നെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് കുറച്ചും കൂടി കൂട്ടുക എഡ്യൂക്കേഷനിൽ. പിന്നെ വൊക്കേഷണൽ ട്രെയിനിങ്,
അഡൾട്ട് എഡ്യൂക്കേഷനൊക്കെ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുക, സ്ട്രെങ്തനിങ് ദ യൂസ് ഓഫ് ടെക്നോളജിയുടെ യൂസ് ഒന്ന് സ്ട്രെങ്തൻ ചെയ്യുക, ഇത്രയൊക്കെ ഇവർ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഓക്കെ, നൗ ലെറ്റ്സ് സീ ദ റെക്കമെൻഡേഷൻസ് ഓഫ് NEP 2020. 2020 ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് നമുക്ക് നോക്കാം. വെരി ഇമ്പോർട്ടൻറ്റ് റെക്കമെൻഡേഷൻ ആണ്. ഫസ്റ്റ് തന്നെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കരിക്കുലം ഫ്രെയിംവർക്കാണ്. കരിക്കുലത്തിൽ മൊത്തത്തിൽ ഒരു ഫ്രെയിംവർക്ക്, ഒരു അഴിച്ചുപണി നടത്തിയിട്ടുണ്ട്. അവർ ആദ്യമേ തന്നെ പറഞ്ഞു അല്ലേ, അവർ ഫോക്കസ് ചെയ്യുന്നത് മൊത്തത്തിൽ കരിക്കുലമൊക്കെ ഒന്ന് അഴിച്ചു പണിയുക എന്നുള്ളതാണ്. അപ്പം എങ്ങനെയാണ് ആ ഒരു ഫ്രെയിംവർക്കിൽ ചേഞ്ച് വരുത്തിയിട്ടുള്ളത്? റീപ്ലേസിംഗ് 10+2 സ്ട്രക്ചർ ഓഫ് സ്കൂൾ കരിക്കുല വിത്ത് 5+3+3+4 ഫോമാറ്റ്. അതായത് നിലവിൽ നമുക്കുള്ളതെന്ന് നമുക്കറിയാം 10ാം ക്ലാസ് വരെ, പിന്നെ +2 അല്ലേ, 10+2 ഫോമാറ്റാണ്. ഏത് കമ്മീഷനാണ് 10+2 ഫോമാറ്റ് ഓർമ്മയുണ്ടാർക്കെങ്കിലും ഒന്ന് ഏത് കമ്മീഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു 10+2 എഡ്യൂക്കേഷൻ സിസ്റ്റം വന്നിട്ടുള്ളതെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ ആ ഒരു 10+2 മാറ്റിയിട്ട് 5+3+3+4 പാറ്റേണാണ് കൊണ്ടുവരാൻ പോണേ. എന്താണ് 5+3+3+4 പാറ്റേൺ? വളരെ സിമ്പിൾ. ആദ്യത്തെ 5 എന്ന് പറഞ്ഞാൽ 5 വർഷം ഒറ്റ ഒരു സ്ട്രെച്ചിനാക്കുകയാണ്. അതായത് ഇപ്പം നമ്മൾ എങ്ങനെയാണ് 1ാം ക്ലാസ് തൊട്ട് 4ാം ക്ലാസ് വരെ ലോവർ പ്രൈമറി, 5ാം ക്ലാസ് തൊട്ട് 8ാം ക്ലാസ് വരെ അപ്പർ പ്രൈമറി, 8 തൊട്ട് 10 വരെ ഹൈസ്കൂള്, പിന്നെ +2, +1, +2 അങ്ങനെയാണല്ലോ നമ്മൾ പോണേ. അപ്പോൾ ഈ 1ാം ക്ലാസ്സിന് താഴെയുള്ളവരൊക്കെ തന്നെ എന്താണ്, അംഗൻവാടിയിൽ പോകുന്ന കുട്ടികളുണ്ട്. ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ LKG UKG ഒക്കെ ഈ 1ാം ക്ലാസ്സിന് താഴെ വരുന്നതാണല്ലോ. ഇവിടെ ഇവരെന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു അംഗൻവാടി അല്ലെങ്കിൽ ആ ഒരു LKG UKG ആ ഒരു കാറ്റഗറിനെ 1ാം ക്ലാസ്സിനും 2ാം ക്ലാസ്സിനും കൂടെ ഒരുമിച്ചാക്കി. ഓക്കെ, അപ്പോൾ ആ ഒരു 3 വർഷം, അതായത് ഒരു കുട്ടി അംഗൻവാടിയിൽ പോയി, LKG പോയി, UKG പോയി, ആ ഒരു 3 വർഷവും ആ കുട്ടിയുടെ 1ാം ക്ലാസ്സും 2ാം ക്ലാസ്സും 5 വർഷം ഒരുമിച്ചാക്കി ഒറ്റ സെഷൻ ആക്കിയേക്കാണ്. അതായത് 3 വയസ്സ് പ്രായമുള്ള കുട്ടി തൊട്ട് 8 വയസ്സ് പ്രായമുള്ള കുട്ടി, ഒരു കുട്ടിക്ക് 3 വയസ്സാകുമ്പോൾ തൊട്ട് 8 വയസ്സുള്ള ആ കുട്ടിയുടെ 5 വർഷക്കാലത്തിന് ഇവരൊരു ഫൗണ്ടേഷണൽ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തുകൊണ്ട് ഒരു 3 years ഓഫ് പ്രീ പ്രൈമറി ഫോളോഡ് ബൈ ക്ലാസ് 1 and 2 ആ ഒരു കരിക്കുലം ഒരുമിച്ചാക്കി ഒരു ഫൗണ്ടേഷണൽ സ്റ്റേജ് ആക്കി. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു കുട്ടിക്ക് 3 വയസ്സ് തൊട്ട് ആ കുട്ടി 8 വയസ്സ് വരെയുള്ള പ്രായം എന്ന് പറഞ്ഞാൽ, അതായത് 3 വയസ്സിൽ ആ കുട്ടിയുടെ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നോട്ട് 2ാം ക്ലാസ് വരെ എന്താണ് ഫൗണ്ടേഷണൽ സ്റ്റേജ് ആണ്. ഓക്കെ, അതാണ് ആദ്യത്തെ 5 വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. 5+3 അടുത്ത 3 എന്ന് പറഞ്ഞാൽ 2ാം ക്ലാസ്സിൽ നിന്ന് ഇനി 3ാം ക്ലാസ്സിൽ എത്തിക്കഴിയുമ്പോൾ 3, 4, 5 ക്ലാസ്സുകൾ, 5ാം ക്ലാസ് വരെ പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്നാണ് വിളിക്കുക. 3, 4, 5 എന്ന് വിളിക്കുന്നത് പ്രിപ്പറേറ്ററി സ്റ്റേജ് ആണ്. ഓക്കെ, അപ്പോൾ ആ കുട്ടിക്ക് 8 വയസ്സ് വരെയാണ് ഇവിടെ വരുന്നത്. പിന്നെ 9, 10, 11 വയസ്സ് വരേക്കും പ്രിപ്പറേറ്ററി സ്റ്റേജ് ആണ് ആ കുട്ടി. അപ്പോൾ 5ാം ക്ലാസ്സിലെത്തി. ഇനി 5ാം ക്ലാസ് തൊട്ട് 6ാം ക്ലാസ് തൊട്ട് നോക്കുകയാണെങ്കിൽ 6, 7, 8 അടുത്ത 3 വർഷം എന്ന് പറഞ്ഞാൽ മിഡിൽ സ്റ്റേജ് ആണ്. 6, 7, 8 മിഡിൽ സ്റ്റേജ് ആണ്. അപ്പം ആ കുട്ടി 11, 14 ഒരു 14 വയസ്സിലുള്ള പ്രായം അടുത്ത 3 വർഷം അത് മിഡിൽ സ്റ്റേജ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 9, 10, 11, 12 അപ്പോൾ ഈ 10th കഴിഞ്ഞ് +1, +2 സെപ്പറേഷൻ ഉണ്ട്. 9, 10, 11, 12 ഈ 4 വർഷം ഒരുമിച്ച് സെക്കൻഡറി ആക്കുകയാണ്. അപ്പോൾ 14 തൊട്ട് 18 വയസ്സ് വരെയാണ്. ഓക്കെ, പറഞ്ഞു നോക്കിക്കേ. 5+3+3+4 ആദ്യത്തെ 5 എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ 3 വർഷത്തെ ആ ഒരു അംഗൻവാടി LKG UKG ടൈം പീരീഡും 1ാം ക്ലാസ്സും 2ാം ക്ലാസ്സും കൂടെ. ഈ അംഗൻവാടി LKG UKG പ്രീ പ്രൈമറി എന്ന് പറയുമല്ലോ, ഈ പ്രീ പ്രൈമറി 1ാം ക്ലാസ് 2ാം ക്ലാസ്സും കൂടെ ഫൗണ്ടേഷണൽ സ്റ്റേജ് ആദ്യത്തെ 5 വർഷം, 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെ. ഇനി അടുത്തത് 8 തൊട്ട് 11 വയസ്സ് വരെയുള്ള അടുത്ത 3 വർഷം പ്രിപ്പറേറ്ററി സ്റ്റേജ് ആണ്. 3, 4, 5 ക്ലാസ്സുകളിലുള്ള കുട്ടികൾ. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 3 ആണ് 6, 7, 8 ക്ലാസ്സുകളിൽ മിഡിൽ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ വന്നിട്ട് 5+3+3+4 9, 10, +1, +2 കുട്ടികളെ എന്ത് വിളിക്കും? സെക്കൻഡറി സ്റ്റേജിലാണ് അവർ. അപ്പോൾ 18 വയസ്സായിട്ടുണ്ടാവും. ഓക്കെ, ക്ലിയർ ആയോ? ഇതാണ് ഇവർ കരിക്കുലത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ അടുത്തൊരു റെക്കമെൻഡേഷൻ. ഈ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് എപ്പോഴും നമ്മുടെ മൈൻഡിൽ എന്താ പറയുക? അംഗൻവാടി കുട്ടികളെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ഒരു 2 part കരിക്കുലാണ് അവർക്ക് വേണ്ടിയിട്ട് ഇവർ പറഞ്ഞേക്കുന്നത്. ഒന്ന് ഗൈഡ് ലൈൻസ് ഫോർ പാരൻസ് ആൻഡ് ടീച്ചേഴ്സ് ഓഫ് സ്റ്റുഡൻസ് അപ് ടു 3 years ഓഫ് ഏജ്. 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ടീച്ചേഴ്സിനും പാരൻസിനുള്ള ഗൈഡ് ലൈൻസ്. ദെൻ ആൻ എഡ്യൂക്കേഷണൽ ഫ്രെയിംവർക്ക് ഫോർ സ്റ്റുഡൻസ് ബിറ്റ്വീൻ ഏജസ് ഓഫ് 3 to 8. ഈ ഫൗണ്ടേഷൻ സ്റ്റുഡൻസ്, അതായത് 3 തൊട്ട് 8 വരെയുള്ള പ്രായമുള്ള കുട്ടികൾക്കുള്ള ഒരു എഡ്യൂക്കേഷണൽ ഫ്രെയിംവർക്കും 3 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പാരൻസിനും ടീച്ചേഴ്സിനും ഒരു ഗൈഡ് ലൈൻസും. ചെറിയ കുട്ടികളുടെ ടീച്ചേഴ്സിനും പാരൻസിനും ഗൈഡ് ലൈൻസും 3 തൊട്ട് 8 വരെയുള്ള കുട്ടികൾക്കുള്ള ഒരു എഡ്യൂക്കേഷണൽ ഫ്രെയിംവർക്കുമാണ് ഈ ഒരു ഏർലി ചൈൽഡ്ഹുഡ് കെയറിൽ പറയുന്നത്. ഇപ്പം നമുക്ക് അംഗൻവാടിയുടെ ഒരു ബെനിഫിറ്റ് കിട്ടുന്ന ആർക്കാണ് ശരിക്കും പറഞ്ഞാൽ? അംഗൻവാടിയിൽ എത്തുന്ന കുട്ടികൾക്കല്ല അല്ലേ?
ചെറിയ കുട്ടികൾ തൊട്ട് അംഗൻവാടിയിൽ ബെനിഫിറ്റ് കിട്ടുന്ന കുട്ടികളല്ലേ. അതായത് ഇപ്പം അംഗൻവാടിയിൽ നിന്ന് പോഷകാഹാരം കൊടുക്കുന്നുണ്ട്. അമ്മമാർ പ്രഗ്നന്റ് ആകുമ്പോൾ തൊട്ട് അമ്മമാർക്കും അംഗൻവാടിയിൽ നിന്ന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ. പിന്നെ ചെറിയ കുട്ടികൾക്ക് അംഗൻവാടിയിൽ നിന്ന് പോഷകാഹാരം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അംഗൻവാടിയിൽ എത്തുന്ന വരെ കുട്ടികൾക്ക് സപ്പോർട്ട് ഉണ്ട് ഏർലി ചൈൽഡ്ഹുഡിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 വയസ്സിലുള്ള കുട്ടികൾക്ക് ആ കുട്ടികളുടെ പാരൻസിനും ടീച്ചേഴ്സിനും ഉള്ള ഗൈഡ് ലൈൻസും 3 തൊട്ട് 8 വരെ പ്രായമുള്ള കുട്ടികളുടെ ആ ഒരു എഡ്യൂക്കേഷൻ ഫ്രെയിംവർക്കും ആണ് ഇതിൽ പറയുന്നത് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ പറയുന്നത്. ശരിക്കും എന്താ ചെയ്യണേ, എക്സ്പാൻഡിങ് ആൻഡ് ഇംപ്രൂവിംഗ് ദ ക്വാളിറ്റി ഓഫ് ദ അംഗൻവാടി സിസ്റ്റം. അംഗൻവാടി സിസ്റ്റത്തിന് ക്വാളിറ്റി കുറച്ചുകൂടെ കൂട്ടുകയാണ്, അംഗൻവാടിയുടെ ഒരു ക്വാളിറ്റി കുറച്ചും കൂടെ കൂട്ടുകയാണ്. ആൻഡ് കോ ലൊക്കേറ്റിംഗ് ദം വിത്ത് പ്രൈമറി സ്കൂൾസ്. എന്നിട്ട് അംഗൻവാടിനെയും പ്രൈമറി സ്കൂളിനെയും കൂടെ കോ ലൊക്കേറ്റ് ചെയ്യുകയാണ് അല്ലേ. കാരണം നേരത്തെ അംഗൻവാടി സെപ്പറേറ്റ് ആയിരുന്നു. അംഗൻവാടി കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികൾ വേറെയാണ് പോകുന്നത് അല്ലേ. LKG UKG ചിലർ പോകും, ചിലർ നേരെ 1ാം ക്ലാസ്സിലോട്ട് പോകും. അവർ വേറെയാണ്, സെപ്പറേറ്റ് ആയിരുന്നു. ഇവിടെ അതെന്ത് ചെയ്യാണ്, ഈ അംഗൻവാടിനെയും പ്രൈമറി സ്കൂൾസിനെയും കൂടി കോ ലൊക്കേറ്റ് ചെയ്യുകയാണ്. ഓക്കെ. Then extending the range of RTE Act. RTE Act 2009 റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. RTE Act 2009 പ്രകാരം 14 വയസ്സുള്ള കുട്ടികളുടെ എഡ്യൂക്കേഷനെ പറ്റിയിട്ട് RTE Actൽ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ RTE Act എത്ര വയസ്സ് വരെയാണ്, 18 വയസ്സിലുള്ള കുട്ടികൾക്കുള്ള എഡ്യൂക്കേഷൻ NEPയിൽ പറയാം. അപ്പോൾ RTE Actന്റെ റേഞ്ച് എവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്തു, 3 തൊട്ട് 18 വയസ്സ് വരെ. നേരത്തെ 6 to 14 ആയിരുന്നു, മനസ്സിലായില്ലേ. ഇപ്പം അത് 3 to 18 ഇയേഴ്സിലോട്ട് അതിൻ്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്തു. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഏർലി ചൈൽഡ്ഹുഡും സെക്കൻഡറി സ്കൂളും 2 തലത്തിലാക്കി RTE Act പ്രകാരം. നേരത്തെ RTE Act എന്ന് പറഞ്ഞാൽ ഈ ഏർലി ചൈൽഡ്ഹുഡിനെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ 14 വയസ്സ് വരെയുള്ളവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, സെക്കൻഡറി അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് 3 തൊട്ട് 18 ഇയേഴ്സ് വരെയുള്ള എല്ലാവരെയും, മനസ്സിലായില്ലേ. ചെറിയ ക്ലാസ് തൊട്ട് അങ്ങനെ സെക്കൻഡറി തലത്തിൽ വരെ +2 വരെയുള്ള കംപ്ലീറ്റ് ഒരുമിച്ചാക്കിയിട്ട് അത് RTE അണ്ടറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ RTE Act റൈറ്റ് ടു എഡ്യൂക്കേഷൻ എല്ലാവർക്കും കൊടുക്കുക. RTE എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ടു ഓൾ ചിൽഡ്രൻ ഫ്രം 3 years to 18 years. അപ്പോൾ ആ ഒരു ഏർലി ചൈൽഡ്ഹുഡും സെക്കൻഡറി സ്കൂളും കൂടെ RTE Actൽ വരുന്ന റൈറ്റ് ടു എഡ്യൂക്കേഷനിലോട്ട് ഇൻക്ലൂഡ് ചെയ്തു. ഏർലി ചൈൽഡ്ഹുഡും വന്നു, 3 തൊട്ടുള്ള കുട്ടികളും വന്നു, ദെൻ സെക്കൻഡറി വന്നു. അതായത് +1 +2 കാര്യം കൂടെ കൊടുക്കുന്നു. 3 to 18 ഇയേഴ്സിനാണ് ഇവിടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. ഓക്കെ. ഇനി സ്കൂൾ എക്സാം റീഫോംസ്. എക്സാംസിൽ ചില മാറ്റങ്ങൾ. ഇറ്റ് ഇൻക്ലൂഡ് ട്രാക്കിംഗ് ദ പ്രോഗ്രസ് ഓഫ് ദ സ്റ്റുഡൻസ് ത്രൂ ഔട്ട് ദർ സ്കൂൾ എക്സ്പീരിയൻസ്. അപ്പം സാധാരണ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് എക്സാം നടത്തുക, അല്ലെങ്കിൽ 10th കഴിഞ്ഞിട്ട് ഒരു ബോർഡ് എക്സാം വയ്ക്കുക, അത് മാറ്റിയിട്ട് ത്രൂ ഔട്ട് ദർ സ്കൂൾ എക്സ്പീരിയൻസ്, അവരുടെ സ്കൂൾ എക്സ്പീരിയൻസ് ത്രൂ ഔട്ട് അവരുടെ പ്രോഗ്രസ്സിനെ ട്രാക്ക് ചെയ്യുന്ന രീതിയിലാക്കുകയാണ് എക്സാം. കുട്ടികളുടെ മൊത്തത്തിലുള്ള പ്രോഗ്രസ്സിനെ ട്രാക്ക് ചെയ്യണം ത്രൂ ഔട്ട് ദ സ്കൂൾ എക്സ്പീരിയൻസ്. ഇറ്റ് ഇൻക്ലൂഡ് സ്റ്റേറ്റ് സെൻസസ് എക്സാംസ് ഇൻ ക്ലാസ് 3, 5, 8. 3ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും സ്റ്റേറ്റ് സെൻസസ് എക്സാംസ് ഉണ്ടായിരിക്കും. ഓക്കെ. ദെൻ റീസ്ട്രക്ചറിംഗ് ദ 10th ബോർഡ് എക്സാം ദാറ്റ് വുഡ് മെയിൻലി ഫോക്കസ് ആൻഡ് ടെസ്റ്റ് ഓൺലി സ്കിൽസ്, കോർ കോൺസെപ്റ്റ്സ് ആൻഡ് ഹയർ ഓർഡർ തിങ്കിങ് ആൻഡ് കപ്പാസിറ്റീസ്. ഇത്രയും നാൾ എങ്ങനെയാണ്, 10th ബോർഡ് എക്സാം വരുന്നത് അല്ലേ. ഇപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ 3ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ബോർഡ് എക്സാമാണ്. എന്നിട്ട് 10th എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10th എക്സാം നമ്മുടെ ഇപ്പോഴുള്ള എക്സാം പോലെയല്ല. കുട്ടികളുടെ സ്കില്ല് നോക്കുക, അവരുടെ കോർ കോൺസെപ്റ്റിൻ്റെ നോളജ് നോക്കുക, ഹയർ ഓർഡർ തിങ്കിങ്, അവർ എത്രത്തോളം ഉയർന്ന തിങ്കിങ് അവർക്കുണ്ട്, അതിനെ അവരുടെ കപ്പാസിറ്റിനെയൊക്കെ ചെക്ക് ചെയ്യുന്ന രീതിയിൽ എക്സാം കണ്ടക്ട് ചെയ്യുക. അതാണ് ഇപ്പോൾ NEP പറഞ്ഞു വരുന്നത് പുതിയ പോളിസിയില്ല. ഓക്കെ. ദെൻ റെഗുലേറ്ററി സ്ട്രക്ചർ ആൻഡ് അക്രഡിഷൻ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. പിന്നെ അവർ പറയേണ്ടത് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അക്രഡിഷനിലും ഒരു ചേഞ്ച് അവർ പറയേണ്ടത്. അതായത് സെറ്റിംഗ് അപ്പ് NHERA, ദാറ്റ് ഈസ് എന്താണ് NHERA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റി. ഒരു നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റി സെറ്റപ്പ് ചെയ്യുക. സെപ്പറേറ്റിംഗ് NAAC ഫ്രം UGC ഇൻറ്റു എൻ ഓട്ടോണമസ് ആൻഡ് ഇൻഡിപെൻഡന്റ് ബോഡി. നാക്കിനെ UGCന്ന് സെപ്പറേറ്റ് ചെയ്യുക, ഒരു ഇൻഡിപെൻഡന്റ് ബോഡി ആക്കുക. എന്താണ് NAACയുടെ ഫുൾ ഫോം? എന്താണ്? നാഷണൽ അസസ്മെന്റ് അക്രഡിറ്റേഷൻ കൗൺസിലാണ് അല്ലേ. ഇവർ UGC ഫണ്ട് ചെയ്യുന്ന ഒരു ഓട്ടോണമസ് ബോഡിയാണ്. അപ്പോൾ UGCന്ന് അവർ സെപ്പറേറ്റ് ചെയ്തൊരു ഇൻഡിപെൻഡന്റ് ബോഡി ആക്കാനും പറയുന്നത്. അപ്പോൾ 2 കാര്യങ്ങളാണ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അക്രഡിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിൽ പറയുന്നത്. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ NHERA നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റി സെറ്റപ്പ് ചെയ്യുക. രണ്ടാമത്തത് NAACനെ നാക്കിനെ UGCന്ന് സെപ്പറേറ്റ് ഒരു ഇൻഡിപെൻഡന്റ് ബോഡി ആക്കുന്നു. ഓക്കെ. NEP 2020 ഇനി നമുക്ക് കുറച്ച് പോയിന്റ്സ് പഠിക്കാനുണ്ട്. നമുക്കത് അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ ക്ലാസ് ഒത്തിരി ലെങ്ത് ആയി പോകും. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ബാക്കി പോയിന്റ്സ് കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ ഉപകാരപ്പെട്ടു, ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ സജഷൻസും കമൻസും ഒക്കെ അറിയിക്കുക. ഞാൻ മുന്നേ പറഞ്ഞോണം, നിങ്ങൾക്ക് അപ്ഗ്രേഡ് PSC തയ്യാറാക്കിയിട്ടുള്ള ഒരു ഷോർട്ട് നോട്ട്സും ടെസ്റ്റ് സീരീസും വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യുക, നിങ്ങളത് പർച്ചേസ് ചെയ്യുക. ഡെഫിനറ്റ്ലി സ്പെഷ്യൽ ടോപ്പിക്കിന് ഇങ്ങനെ ഒരു ടെസ്റ്റ് സീരീസും ഷോർട്ട് നോട്ട്സും കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. കാരണം
അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന്. നമ്മുടെ കോൺഫിഡൻസ് അത്രയും കൂടുമല്ലോ. അപ്പം വാങ്ങുക, പ്രയോജനപ്പെടുത്തുക. ഓക്കെ, PSC എക്സാം കഴിഞ്ഞിട്ട് ലോങ് ടേം കോഴ്സ് റണ്ണിങ് ആണ്. അടുത്ത LDC അതേപോലെ ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ്. ഇതൊരു സ്ലോ ലേണിംഗ് ആണ്. നമ്മൾ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് എടുത്ത് പിടിച്ച് പഠിച്ച് തീർക്കുന്നതിന് പകരം നമ്മൾ വൃത്തിയായിട്ട് ഒരു ടോപ്പിക് വൈസ് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുകയാണ്. അപ്പോൾ ഡെയിലി ക്ലാസ് കഴിഞ്ഞിട്ട് അതിൻ്റെ റിവിഷൻ, പിന്നെ വീക്ക്ലി ടെസ്റ്റ്, അങ്ങനെ പരമാവധി നമ്മൾ ആഴത്തിൽ തന്നെ കാര്യങ്ങൾ അറിഞ്ഞ് പഠിക്കുന്ന ഒരു മെത്തേഡാണ്. ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുള്ള കോൺടാക്ട് നമ്പർ കോൺടാക്ട് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.